ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പത്തനംമാറ്റ് സീരിയലിന്റെ അപ്കമിങ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട് അനന്തപുരി തറവാട്ടിലുള്ള ആൾക്കാരൊക്കെ വളരെയധികം അസ്വസ്ഥരായിട്ടിരിക്കുക. മൂർത്തി മുത്തച്ഛനാണെങ്കിലും ദേവയാനിയെ രക്ഷിച്ചത് എന്തായാലും ആരോ ഒരാൾ ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ആ നല്ല കാര്യം ചെയ്ത ആൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ അല്ലേടോ, അത് തന്നെ അല്ലേടോ വേണ്ടേന്ന് പറഞ്ഞ് നമ്മുടെ വസുന്ധര അമ്മയുടെ അടുത്ത് പുള്ളിക്കാരൻ സംസാരിക്കുക. ആ സമയത്ത് ഇതൊക്കെ അവസരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അനാമികയും അമ്മയും അവിടെ പൊട്ടിമുളയ്ക്കാണ്. അതെ, എൻ്റെ മോള് കാരണമാണ് ദേവയാനി ചേച്ചി ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ദേവയാനി ചേച്ചിക്ക് ബ്ലഡ് നൽകിയത് എൻ്റെ മോൾ അനാമികയാണ്. അവളുടെയും AB നെഗറ്റീവ് ഗ്രൂപ്പ് ആയിരുന്നല്ലോ. ഇവിടെ എനിക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ഒക്കെ അറിയാം എൻ്റെ മോളാണ് ബ്ലഡ് കൊടുത്തതെന്ന്. ഇങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ ജാനകിയും ജലജയും കൂടി അങ്ങോട്ട് വരികയാണ്. അല്ല മോള് ബ്ലഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അനി ഇവിടെ കുറച്ചു മുന്നേ സംസാരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? മോളെന്തോ പിണക്കത്തിലാണെന്നും മോൾക്ക് എന്തോ മൂശാട്ട കൂടി ഇരിക്കുകയാണോ എന്നും ഒക്കെയാണ് അനി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അവൻ അത് പറഞ്ഞ സമയത്ത് തന്നെ ഞാനും അതുപോലെ ജലജേടത്തിയൊക്കെ പറഞ്ഞു. എന്തായാലും അവൻ അങ്ങനെ പറഞ്ഞതിലൊന്നും ഒരു കഴമ്പും കാണില്ല. അനാമിക മോൾക്ക് ദേവയാനി എന്ന് പറഞ്ഞാൽ ജീവനാണ്. വല്യമ്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകാനും അനാമിക തയ്യാറാകുമെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്. എന്തായാലും ആ പറഞ്ഞതൊക്കെ ഇപ്പൊ സത്യമായില്ലേ? അതേന്നേ, അത് തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ മോളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ദേവയാനി ചേച്ചിയെ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ മോള് നല്ല ക്ഷീണിതയാ. അവൾ ആ ബ്ലഡൊക്കെ കൊടുത്തിരിക്കുന്നതെന്നും പറഞ്ഞ് രേവതി നല്ല അഭിനയമൊക്കെ കാഴ്ചവെക്കുക. അപ്പം ഇവരുടെ ഈ ഒരു ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മൂർത്തി മുത്തച്ഛന് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. ഇതിലെന്തൊക്കെയോ ചില കളികളുണ്ടല്ലോ. ആദർശിനെ വിളിച്ച സമയത്ത് നയനയാണ് ബ്ലഡ് കൊടുക്കാൻ പോകുന്നതെന്നാണ് ആദർശ് പറഞ്ഞത്. പക്ഷേ ദേവയാനിക്ക് നയന ബ്ലഡ് നൽകിയ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവയാനിക്ക് അത് ഒരു പക്ഷേ ഷോക്കായി പോയാലോ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അധികം ദേഷ്യമുള്ളത് നമ്മുടെ നയനി ആയതുകൊണ്ട് അത് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ആയി പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൻ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഈ കാര്യം മറച്ചു പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കുടുംബത്ത് മൊത്തത്തിലെ പ്രശ്നങ്ങളാണല്ലോ. നമ്മൾ ഇനി എന്താ വസുന്ധര ചെയ്യേണ്ടത്? നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണ്ടേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അനർത്ഥങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ജോത്സ്യനെ വരുത്താൻ തുടങ്ങുകയാണ്. അപ്പം ഇവരുടെ വീട്ടിൽ ഒരു കുടുംബ ജോത്സ്യനുണ്ട്. പുള്ളിക്കാരൻ അവിടെ വന്നതും ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ജോത്സ്യൻ്റെ കബഡിയൊക്കെ എടുത്ത് നിരത്തി കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി. അതേ, ഈ വീട്ടിൽ കയറി കൂടാൻ പറ്റാത്ത ആരൊക്കെയോ ചില ആൾക്കാർ കയറി കൂടിയിട്ടുണ്ട്. അതിൻ്റെ അനർത്ഥങ്ങളൊക്കെയാ ഈ വീട്ടിൽ സംഭവിക്കുന്നത്. ഇവിടെ പുതിയതായിട്ട് എന്തൊക്കെയോ മംഗളകർമ്മങ്ങൾ നടന്നിട്ട് അതിൽ പോലും അനിഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പരദേവതയൊക്കെ കോപിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട സമയം നമ്മുടെ മുത്തശ്ശന് നല്ല ടെൻഷനായിട്ടോ. മുത്തശ്ശിയും അങ്ങനെ തന്നെ. ഇവരിങ്ങനെ ആലോചിക്കുക, അനാമികയെ കുറിച്ചെങ്ങാനും ആയിരിക്കും ഇവർ പറയുന്നത്. ഈ സമയം മുതലാക്കിക്കൊണ്ട് നമ്മുടെ അനാമികയാണെങ്കിലോ, കണ്ടില്ലേ അമ്മേ, ഈ ആൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായി. ഈ നവ്യയും നയനയും ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് അനാമിക പറയുന്നത് കേട്ട് കഴിയുമ്പോൾ അത് ശരിയാ മോള് പറഞ്ഞത് കറക്റ്റായ കാര്യം തന്നെയാ. അങ്ങനെ ജലജയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും ഒക്കെ അനാമികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴാണെങ്കിലും മൂർത്തി മുത്തച്ഛൻ പറഞ്ഞു, അതെ സംസാരമൊക്കെ പിന്നെ എന്തായാലും ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണുമല്ലോ. അങ്ങനെ കയറിക്കൂടാൻ പറ്റാത്ത ആരാ ഇവിടെ കയറിക്കൂടിയതെന്ന് ഒന്ന് അറിയണമല്ലോ. അങ്ങനെയുള്ളതിനെയൊന്നും ഈ വീട്ടിൽ വെച്ച് വാഴിക്കില്ല എന്നും മൂർത്തി മുത്തച്ഛൻ പറയുക. അങ്ങനെ തിരുമേനി പറഞ്ഞതനുസരിച്ച് ചില പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അനന്തപുരിയിലുള്ള ആൾക്കാരൊക്കെ തയ്യാറാകുക. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ നവ്യക്ക് നല്ല സംശയം. ചേടാ, ഇത് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണല്ലോ. ഇവളുമാരൊക്കെ കൂടി കുറ്റം എൻ്റെ നയനയുടെ തലയിലാണല്ലോ കൊണ്ട് ചാർത്തുന്നത്. എന്തായാലും ഇതിനകത്തുള്ള സത്യാവസ്ഥയൊക്കെ കണ്ടെത്തണമെന്ന് വിചാരിച്ച് നമ്മുടെ നവ്യ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഈ വീട്ടിൽ പല സ്ഥലങ്ങളിലും CCTVയും കാര്യങ്ങളും ഒക്കെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലെ ഫൂട്ടേജും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് നവ്യക്ക് ആ ഒരു രഹസ്യം മനസ്സിലാകുക. പായസത്തിൽ വിഷം കലക്കിയത് അത് ഇവർ തന്നെയാണല്ലോ. പായസത്തിൽ വിഷമല്ല,
പായസത്തിൽ വിമ്മ് കളിക്കിയത് അത് ഈ പറഞ്ഞ രേവതിയും അനാമികയും കൂടിയാണല്ലോ. അതുപോലെ ഈ കള്ള പരീക്ഷകൾ തനിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാലിലും എന്തൊക്കെയോ കൃത്രിമം കാണിച്ചിരിക്കുന്നു. അത് ആ കാര്യങ്ങളൊന്നും അറിയാതെ ദേവയാനി വല്യമ്മ വന്ന് ആ പാല് കുടിച്ചതാണ്. അങ്ങനെയാണ് പുള്ളിക്കാരിക്ക് അപകടം സംഭവിച്ചതെന്നും നവ്യ ഒരു കാൽക്കുലേഷനിലെത്തി. അങ്ങനെ അവൾ അതിന്റെ തെളിവുകൾ ശേഖരിക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്താണെങ്കിലും നമ്മുടെ വേണു കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പി അത് തെളിവായിട്ട് നവ്യക്ക് കിട്ടുകയാണ്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ മുഴുവനും അന്വേഷിച്ചു കഴിഞ്ഞതും അവിടെ നിന്നുള്ള ആ ഒരു CCTV ഫുട്ടേജും സംഭവങ്ങളും ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു കണക്ക് കൂട്ടലും കാര്യങ്ങളും നവ്യ നടത്തി. ആ ഒരു അന്വേഷണങ്ങൾക്കൊടുവിൽ യഥാർത്ഥ പ്രതികളെ നമ്മുടെ നവ്യ കണ്ടുപിടിക്കുകയാണ്. എന്തായാലും തള്ളയും മോളും കൂടി ഈ സകല വൃത്തികേടുകളും കാണിച്ചിട്ട് എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുകയാണല്ലോ. അങ്ങനെയുള്ള ഇവരെയൊന്നും ഈ അനന്തപുരി തറവാട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. ശരിക്കും ആ ജോത്സ്യം പറഞ്ഞത് ശരി തന്നെയാണ്. ഇവരാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് നമ്മുടെ നവ്യ കണ്ടെത്തി. അതിനുശേഷം നവ്യ നേരെ ആശുപത്രിയിലേക്ക് പോവുക, നയനയുടെ അടുത്ത് ഈ സത്യങ്ങളും ഈ തെളിവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്താണെങ്കിലും ദേവയാനി നയനയുടെ അടുത്തേക്ക് ഒരു രീതിയിലും സഹകരിക്കുന്നേ ഇല്ല. അനാമിക മോള് വന്ന് അനാമിക മോള് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നുള്ള നിർബന്ധത്തിലാണ്. തള്ളയും മോളും കൂടി വന്ന് ആശുപത്രിയിൽ വന്ന് നമ്മുടെ ദേവയാനിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുമുണ്ട്. ബ്ലഡ് നൽകിയതും അതുപോലെ വൃക്ക നൽകാനൊക്കെ താൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വിശ്വസിച്ച് ആ മോള് നല്ലതാണെന്നും തൻ്റെ മരുമകൾ ചീത്തയാണെന്നും ഒക്കെ വിശ്വസിച്ച് ആ ദേവയാനി ഇങ്ങനെ കിടക്കുക. അപ്പം ആശുപത്രിയിൽ എത്തുന്ന നവ്യാണെങ്കിലോ, എടീ നീ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഈ പാലിലും വല്യമ്മയ്ക്ക് ആരോ വിഷം ചേർത്ത് കൊടുത്തതാണ്. എന്തായാലും നിന്നോടും അതുപോലെ എന്നോടും ഒക്കെ നല്ല ദേഷ്യമുള്ള ഒരാളുണ്ട് ഈ അനന്തപുരി തറവാട്ടിൽ. അവർ ചെയ്തു വെച്ച പ്രവൃത്തിയാണ്. പിന്നെ അന്ന് എൻ്റെ ഭാഗ്യത്തിനാണ് ആ പാല് ഞാൻ കുടിക്കാതിരുന്നത്. ഞാൻ ആദ്യം സംശയിച്ചത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെയും അമ്മായിയമ്മയും ഒക്കെയാണ്. ഇവരുടെ പിന്നാലെ നടന്ന് ഇവരുടെ ചില അടക്കം പറച്ചിലുകളും കാര്യങ്ങളും ഒക്കെ കേട്ടതിന് ശേഷമാണ് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ദേ ആ പ്രതികള് ഈ അനന്തപുരി തറവാട്ടിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരുപക്ഷെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ജീവന് പോലും ഇവരൊക്കെ ഭീഷണിയാകുമെന്നും കൂടി നമ്മുടെ നവ്യ നയനയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ നയനയാണെങ്കിലോ, ചേച്ചി എന്തൊക്കെയാ ചേച്ചി പറയുന്നത്? എടി മോളെ, നീയാണ് നിന്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതെങ്കിൽ ഇവൾ അനന്തപുരിയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, ഇവളാണ് ബ്ലഡ് കൊടുത്തിരിക്കുന്നതെന്ന്. അതുപോലെയുള്ള ഒരു പെരുങ്കള്ളിയാണ് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് വളം വെച്ച് ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അവളെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പടിക്ക് പുറത്താക്കി വിട്ടില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ അനന്തപുരി തറവാടിന്റെ അസ്ഥിവാരം അവൾ തോണ്ടുമെന്ന് കൂടി നവ്യ പറഞ്ഞു. ചേച്ചി ഇതൊന്നും പറയില്ല ചേച്ചി, അമ്മയ്ക്ക് അനാമികയെ വലിയ കാര്യമാണ്. അമ്മയുടെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ അമ്മ അതൊന്നും വിശ്വസിക്കില്ല. മോളെ, എല്ലാ തെളിവുകളും ഈ നവ്യയുടെ പക്കലുണ്ട് ചേച്ചി. തെളിവുകളൊന്നും ഇപ്പൊ കാണിക്കണ്ട ചേച്ചി. എടി നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്? നിന്റെ അമ്മായിയമ്മ അവളുടെ തനി സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവനും വരെ കൊടുക്കാനായിട്ട് ഒരു മടിയില്ലാത്ത നിന്നെ അവര് സ്നേഹിക്കില്ലേ? അങ്ങനെയുള്ള ആ ഒരു സ്നേഹം നിനക്ക് വേണ്ടേ? നിനക്ക് എന്നും നിന്റെ അമ്മായിയമ്മയുടെ കുത്തുവാക്കുകളും ആട്ടുമൊക്കെ കേട്ട് ഈ വീട്ടിൽ താമസിച്ചാൽ മതിയോ? ചേച്ചി ഇപ്പൊ എന്ത് പറഞ്ഞാലും ചേച്ചി ഈ സത്യങ്ങളൊന്നും അമ്മയോട് പറയരുത്. അമ്മ അറിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ വിഷമമൊക്കെ ആവും. അമ്മ ഈ ഒരു സ്റ്റേജിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനയാണെങ്കിലോ നവ്യെ വിലക്കുകയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് നമ്മുടെ മൂർത്തി മുത്തശ്ശനും അതുപോലെ വസുന്ധരാമ്മയും ഒക്കെ എത്തുകയാണ്. എന്തായാലും നമ്മുടെ നവ്യ സത്യങ്ങളൊക്കെ പറയോ ഇല്ലേ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. മറ്റു വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്